ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പൊറോട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച് കഴിക്കുന്ന ഒരു ഡിഷാണ് പൊറോട്ട. അപ്പോൾ ഇന്ന് നമ്മൾ വെറും പൊറോട്ടയല്ല, ഫ്രൈഡ് ബൺ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ മൈദ എടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്തി, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഉപ്പ്, 1/4 കപ്പ് പാല്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം, കാരണം പഞ്ചസാര അടിയിൽ കിടക്കും. അപ്പോൾ നല്ലതായിട്ട് മിക്സാക്കി എടുക്കും. അപ്പോൾ ആ മിക്സ് എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പം ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കാവും. വെള്ളം കൂടെ ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ശകലം എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ച് ഈ മാവ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ടൊരു 4 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വിടാം. അപ്പം അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ശകലം എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മയം കിട്ടാനാണ് ഈ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊച്ചു ബോൾ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഓരോ ബോളെടുത്ത് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഒട്ടും ഘനമില്ലാതെ വേണം പരത്തിയെടുക്കണ്ടേ. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് പിച്ചാത്തി വെച്ച് കൊച്ചു കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. സാധാരണ ഞാൻ ഇങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുക. അപ്പോൾ പല ടൈപ്പിലും പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇച്ചിരി എളുപ്പമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും കറക്റ്റ് ലെയറായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ അടുത്ത് പൊറോട്ടയും കൂടെ റെഡിയാക്കാം. അങ്ങനെ എല്ലാ മാവും റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ ബൺ പൊറോട്ടയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബൺ ഷേപ്പിൽ വേണം ഉണ്ടാക്കേണ്ട. അധികം നമ്മൾ വലുതാക്കണ്ട, ബൺ ഷേപ്പിൽ വേണം ഇരിക്കേണ്ടത്. ഇത് ചൂടായ തവയിൽ ഇട്ട് കൊടുക്കാം. ശകലം എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ അടുത്ത പൊറോട്ടയും കൂടെ റെഡിയാക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. 2 സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. 2
ഒരു സൈഡൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി വേറൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മൂപ്പിച്ച ഓരോ പൊറോട്ടയും ആ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊരിച്ചെടുക്കണ്ടേ. ഓരോന്ന് നന്നായിട്ട് ചൂടെണ്ണയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഓരോ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊരിച്ച ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറുന്നതിന് മുമ്പായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ലെയർ നമുക്ക് കിട്ടത്തുള്ളൂ. ഓരോ ലെയറായിട്ട് ഇടുന്ന ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് മാറി മാറി അടിച്ചു കൊടുക്കാം. ചൂടായതുകൊണ്ട് എനിക്ക് എടുക്കാൻ വയ്യ. ഏകദേശം ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൊരിച്ച ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ചൂടായിട്ടുള്ള ചിക്കൻ ഗ്രേവി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിൽ കൂടെ